ഹലോ നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലാണ്. ഇത് ഹനോയിലെ 2ാം ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് ഹനോയ് സിറ്റിയിലെ ഐക്കോണിക് അട്രാക്ഷൻസുകൾ കാണാനാണ്. അവയിൽ ഉച്ചവരെ ഉള്ളതാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ദിവസം മുഴുവനുള്ള ഒരു എപ്പിസോഡ് അത് വളരെ ലെങ്തിയാകും. കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ച് കഴിയുന്നതും വിവരിക്കാൻ ശ്രമിക്കാം. ആരും സ്കിപ്പ് ചെയ്യരുത്. മുഴുവൻ കണ്ടാലേ അതിനൊരു ഗുമ്മുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ 6 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. 4 സ്റ്റാർ ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിൻ്റെ ഒരു നിലവാരം ഫുഡിലുണ്ടാകും. ഗ്രൂപ്പിലുള്ള മിക്കവാറും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായി എത്തിയിട്ടുണ്ട്. സിറ്റി ടൂറിനായി എല്ലാവരും ലോബിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ്. പേര് പറഞ്ഞ് കുളമാക്കുന്നില്ല. കാലത്തെ തന്നെ വിയറ്റ്നാം ഭാഷ പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇയാളുടെ ഇംഗ്ലീഷ് പോലും മനസ്സിലാകൂ. പിന്നല്ലേ വിയറ്റ്നാം ഭാഷ. എങ്കിലും അയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. Every time, yes. Is it like namaste in the meaning like namaste? Yeah. Also, namaste is also thank you. Yeah. Right. So Vietnam, cảm ơn. Cảm ơn is also cảm ơn. Good. When you speak to Vietnamese people, because not many Vietnamese people speak English quite well. Yeah. So we start the tour today. Firstly, you good? You have a good sleep last night? Yeah. Very fine. Yeah. Bạn khỏe không? Bạn ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഹോച്ച്മെൻ മുസോളിയവും 1 പില്ലർ പഗോഡയുമാണ്. ഇത് രണ്ടും അടുത്തടുത്താണ്. നമ്മൾ ഹോച്ച്മാൻ മുസോളിയത്തിലെത്തി. ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് അകത്ത് കടക്കാൻ കഴിയൂ. ടിക്കറ്റ് നേരത്തെ ട്രാവൽ ഏജൻസി എടുത്തിട്ടുണ്ട്. ഇത് സെക്യൂരിറ്റി ചെക്കിനുള്ള ക്യൂ ആണ്. രാവിലെ തന്നെ നല്ല ക്യൂ ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി. ചെറിയൊരു മഴയുണ്ട്, സാരമില്ല.
ആ കാണുന്നതാണ് ഹോച്ചിമിൻ മൊസോളിയം. ഇവിടെയാണ് ഹോച്ചിമിൻ എന്ന മുൻ പ്രസിഡന്റിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ആരാണ് ഈ ഹോച്ചിമിൻ? ലോക ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും അമേരിക്കയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏക ഭരണത്തലവൻ. ഗറില്ല യുദ്ധമുറയുടെ സാധ്യതകളെ ഭംഗിയായി നടപ്പാക്കിയ ഭരണാധികാരി. അതിൻ്റെ ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറയാം. ആ സ്ഥലങ്ങളുള്ളത് ഹനോയിലല്ല, ഹോച്ചിമിൻ സിറ്റിയിലാണ്. വിയറ്റ്നാമിൻ്റെ തെക്കേ അറ്റത്തുള്ള സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി. നമ്മളിപ്പോഴുള്ളത് വടക്ക് ഭാഗത്താണ്. എസ് ആകൃതിയിൽ നീണ്ടുകിടക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. Behind me is Body Square and Convention Center. So this is a very meaningful and very historic memorial with Vietnamese people here. So after here, you will have a time for taking photo, a group photo, and then a private photo around here. And then after that, we will go into the one pillar pagoda over there. Okay. So that is the thing we will do in here. Okay. So please stay around here. And gentlemen, we are in front of the Ho Chi Minh Mausoleum. The tomb of Ho Chi Minh president, the most important people to Vietnamese country. So the Ho Chi Minh is the president of Vietnam. He have Vietnamese people defeat the Chinese and also French colonizer and U.S. Army. So you know during the history of Vietnam, we used to be conquered by French and U.S. So from 1858 until almost about 100 years, French occupied Vietnam for the quarrying the resources, natural resources in Vietnam, such as like oil, gold, diamond, and also jade, and also coal. Tomorrow you go to Ha Long Bay, you will see there is the resources of coal and diamond over there. Coal for burning. Yeah. So Ho Chi Minh president was born in 1890, and he dedicated all his life for the Vietnamese country. And also he passed away in 1969 when the country was not reunification. We have a reunification North and South in 1975. Yeah. Under United States, and then after Ho Chi Minh president passed away, the government preserved his body to keep his body to the. 1890 മെയ് 19 ഹോച്ചിമിൻ ജനിച്ചത്. അന്നത്തെ ഇൻഡോ ചൈന യൂണിയനിൽപ്പെട്ട അനാം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1969 സെപ്റ്റംബർ 20 77 വയസ്സിൽ മരണപ്പെട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിൻ്റെ ആദ്യ പ്രസിഡൻ്റായി 1945 മുതൽ മരിക്കുന്ന 1969 വരെ അദ്ദേഹം ഈ രാജ്യം ഭരിച്ചിരുന്നു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി പ്രകാരം അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇൻഡോ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1930 രൂപം കൊണ്ട പാർട്ടി 1951 മുതൽ വർക്കേഴ്സ് പാർട്ടി ഓഫ് വിയറ്റ്നാമായി മാറുകയും ഹോച്ചിമിൻ മരിക്കുന്നതുവരെ ആ പാർട്ടിയുടെ ചെയർമാനായി തുടരുകയും ചെയ്തിരുന്നു. ആ കാണുന്നിടത്താണ് ഹോച്ചിമിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചാൽ ശരീരം കത്തിച്ചു കളയണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മരണശേഷം വർക്കേഴ്സ് പാർട്ടി ഓഫ് വിയറ്റ്നാമിൻ്റെ തീരുമാനപ്രകാരം അത് റഷ്യയിൽ ലെനിൻ്റെ ശരീരം സൂക്ഷിക്കുന്ന മാതൃകയിൽ സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. അത് ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ലെനിൻ്റെ ഭൗതിക ശരീരം പിന്നീട് എന്തു ചെയ്തു എന്നത് ചരിത്രം. ഈ സ്ക്വയറിനെ ബാദിൻ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബാദിൻ സിറ്റിയുടെ മധ്യഭാഗമാണ്. ഈ സ്ക്വയറിന് ചുറ്റുമായാണ് പ്രസിഡന്റിൻ്റെ കൊട്ടാരവും നാഷണൽ അസംബ്ലിയും മറ്റ് പ്രധാന വകുപ്പുകളുടെ ആസ്ഥാനവുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ക്വയറിൽ വെച്ചാണ് 1945 സെപ്റ്റംബർ 2 ഹോച്ചിമിൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വായിച്ചതും ഫ്രഞ്ച് അധിനിവേശം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതും. ആ സ്ഥലത്ത് ഇപ്പോൾ ആ വലിയ വിയറ്റ്നാം പതാക പാറിപ്പറക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു പിൽഗ്രിം സെൻറ്റർ കൂടിയാണ്.
ഈ മുസോളിയം പണി ആരംഭിച്ചത് 1973-ലാണ്. 1975-ൽ പൂർത്തിയാക്കി. ഈ കെട്ടിടത്തിന് 21.6 മീറ്റർ ഉയരവും 41.2 മീറ്റർ വീതിയുമാണുള്ളത്. ഈ സ്ക്വയറിന് ചുറ്റിലും കാണുന്ന ഈ പച്ചപ്പ് നട്ടുപിടിപ്പിച്ച ഗാർഡനാണ്. ഏകദേശം 250-ൽ പരം വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളും ചെടികളുമാണ് ഇവിടെ ഉള്ളത്. അവ വിയറ്റ്നാമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ച് പരിപാലിപ്പിക്കുന്നവയാണ്. എംബാം ചെയ്ത കോച്ച്മാൻ്റെ ബോഡി ഒരു ഗ്ലാസ് ചേമ്പറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് കൂളർ ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യും. ആ കാണുന്ന ഗാർഡുകൾ എപ്പോഴും അങ്ങനെ അനങ്ങാതെ നിൽക്കും. ഇത് ആള് മാറിയാലും ആ നിൽപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. ആ കെട്ടിടത്തിനുള്ളിലുള്ള തങ്ങളുടെ ധീര നേതാവിനോടുള്ള ആദരസൂചകമായി. നിർഭാഗ്യവശാൽ ഇന്നിവിടെ അവധിയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈഡ് പറയുന്നത്. അതുകൊണ്ട് അകത്ത് കടന്ന് ആ ഭൗതിക ശരീരം നേരിൽ കാണാൻ ഭാഗ്യമില്ല. അമേരിക്കയെ വിറപ്പിച്ച ആ ചെറിയ മനുഷ്യനെ ബഹുമാന പുരസരം സ്മരിച്ചുകൊണ്ട് തിരികെ പോകുന്നു. ഇനി പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു പഗോഡ കാണാനാണ്. 1 പില്ലർ പഗോഡ. ഇവിടെ അടുത്തു തന്നെയാണത്. നടന്നു പോകാം. Architecture about the pagoda. You know, before from 11th century and then until 19th century, the Buddhism is the main religion in Vietnam. So we almost worship the Buddha. And also, you know, what is the mercy? Quan Ji, right? Quan Ji? Quan Ji is in Buddhism. So because there's a story about Quan Ji give the king a son. So the king builds a pagoda to worship only Quan Ji here. Quan Ji. Yeah. So Quan Ji, the meaningful of this one is the children. So the people want to have a children, especially the son. They come here for praying. Yeah, for this. Alright, so now you have a time. ഈ സ്ക്വയറിൻ്റെ വശത്തായാണ് ആ പഗോഡ. ഈ വഴി നടന്നാൽ അവിടെ എത്താം. സ്ക്വയറിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയാണിത്. വഴി കല്ലുപാകി ഭംഗിയാക്കിയിട്ടുണ്ട്. സോവനീറുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഇരുവശത്തും. ഇതാണ് ആ പഗോഡ. ഒറ്റ തൂണിൽ തീർത്ത ഒരു ബുദ്ധ ക്ഷേത്രം. ചൈനീസ് ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 1049-ലാണ് പണിതത്. പക്ഷെ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തി പണി പൂർത്തിയായത് AD 1105-ലാണ്. 1954-ൽ ഫ്രഞ്ച് സൈന്യം ഇവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ പഗോഡ നശിപ്പിച്ചു. ഇത് പിന്നീട് പണിത അതിൻ്റെ ഒരു റിപ്ലിക്കയാണ്. ഈ പഗോഡ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റ തൂണിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ തൂണിൻ്റെ വ്യാസം 1.25 മീറ്ററാണ്. ആ തൂണാകട്ടെ ഒരു താമരക്കുളത്തിന് നടുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. താമര ബുദ്ധമത വിശ്വാസപ്രകാരം വിശുദ്ധിയുടെ ചിഹ്നമാണ്. ഇതാണ് പ്രതിഷ്ഠ. ശ്രീബുദ്ധൻ്റെ പല ഭാവങ്ങളിലൊന്ന്. പുറത്ത് മറ്റൊരു പ്രതിമയുണ്ട്. വെണ്ണക്കല്ലിൽ പണിത ഒരു വിഗ്രഹം. ഇത് ശ്രീബുദ്ധൻ്റെതാണോ എന്നറിയില്ല. പക്ഷെ ആളുകൾ പഴങ്ങളും മറ്റും കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട്. ചുറ്റിലും വൃക്ഷങ്ങൾ ഭംഗിയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഈ കാണുന്നത് ഒരു നാരകമാണ്. വലിയ വലിപ്പമുള്ള നാരങ്ങ. നാരങ്ങയും ഒരു ഫോട്ടോയ്ക്കുള്ള സ്കോപ്പായി കണ്ടവരും നമ്മളെ കൂട്ടത്തിലുണ്ട്.
പഗോഡ കണ്ട് പുറത്തിറങ്ങി. അവിടെ ആ വലിയ പതാക ഇപ്പോഴും പാറിപ്പറക്കുന്നുണ്ട്. എത്ര ഭംഗിയായാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് നോക്കൂ. നമ്മുടെ നാട്ടിലും ഇതിലും ഗംഭീരമായ കാഴ്ചകളുണ്ട്. പക്ഷേ അവയെ പ്രസൻറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ പരാജയം. യാത്ര തുടരുകയാണ്. ഇടവേളകൾ ആസ്വാദ്യമാക്കാൻ നമ്മുടെ ഗായകർ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പാട്ട് മുഴുവൻ കേൾപ്പിക്കാൻ കഴിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്ഷേത്രത്തിലാണ്. 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. കൺഫ്യൂഷൻ മതസ്ഥരുടെ ഒരു ആരാധനാലയമാണിത്. ഈ ക്ഷേത്രത്തിന് ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട്. അത് വഴിയേ പറയാം. ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്ന 2 പ്രബല മതങ്ങളായിരുന്നു ബുദ്ധമതവും കൺഫ്യൂഷൻ മതവും. ഈ ക്ഷേത്രത്തെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിയായി പറഞ്ഞാൽ ടെമ്പിൾ ഓഫ് കൺഫ്യൂഷൻസ്. ഒരു മതിൽക്കെട്ടിന് പുറത്തുകൂടെയാണ് നമ്മൾ അകത്ത് കടക്കാൻ പോകുന്നത്. ഒരു വശത്തൊരു നദി ഒഴുകുന്നുണ്ട്. റെഡ് റിവർ ആണെന്ന് തോന്നുന്നു. ഉറപ്പില്ല, ചിലപ്പോൾ ഒരു ലേക്ക് ആകാനും സാധ്യതയുണ്ട്. ഈ ആൽമരം കണ്ടോ? ഇത് ഇവിടെ നട്ടത് നമ്മുടെ ആദ്യ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 അദ്ദേഹം ഈ രാജ്യം സന്ദർശിച്ച വേളയിലാണ് ഇതിവിടെ നട്ടത്. ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ആൽമരത്തിൻ്റെ തൈയാണ് ഈ കാണുന്ന നിലയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് ഗൈഡ് വിശദീകരിക്കും. This is one of the oldest temple and pagoda in Hanoi, with more than 1,000 year history. This is one of the symbol Buddhism and Confucianism in Vietnam. So you know, before there are 2 main religions in Vietnam, Buddhism and another one is Confucian. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ 3 വാതിലുകളുണ്ട്. ഇവിടം ഈ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ചുറ്റി വന്ന ആ മതിൽക്കെട്ടിനുള്ളിലാണ് മറ്റു നിർമ്മിതികൾ ഉള്ളത്.
ഇവിടെ ക്ഷേത്രം മാത്രമാണുള്ളത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ധാരാളം ഭക്ഷണവസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ആപ്പിളാണ് പ്രധാനം. കൂടാതെ ധാരാളം ആൻറ്റിക് വസ്തുക്കളും ഉണ്ട്, തടിയിലും മെറ്റലിലും ഉള്ളവ. ഈ പഴങ്ങൾ നിവേദ്യമായി സമർപ്പിച്ചിട്ടുള്ളതാകാനാണ് സാധ്യത. എന്തായാലും എല്ലാം കൂടെ ഗംഭീരമായ കാഴ്ചയാണ്. ഞാൻ ആദ്യമായാണ് ഒരു കൺഫ്യൂഷൻസ് ക്ഷേത്രം കാണുന്നത്. ഈ ക്ഷേത്രം പണിതത് 1070-ലാണ്. ഒപ്പം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയും ആരംഭിച്ചു. ഇമ്പീരിയൽ അക്കാഡമി, അതായിരുന്നു ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. വിയറ്റ്നാമിലെ ആദ്യ യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്. 1076 മുതൽ 1779 വരെ പ്രവർത്തിച്ചിരുന്നു. 1803 ആ അക്കാഡമി അന്നത്തെ ഭരണാധികാരി അന്നത്തെ തലസ്ഥാനമായ ഹ്യൂയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1945-54 കാലത്ത് ഫ്രഞ്ച് സൈന്യം ഈ ക്ഷേത്രത്തിലും കേടുപാടുകൾ വരുത്തി. ക്ഷേത്രം മാത്രം കണ്ടു മടങ്ങി. വീണ്ടും യാത്രയാണ്. ഈ യാത്രയിലും ഗായക സംഘം സജീവമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഊഴം മിസ്സസ് ഉദയശ്രീയുടേതാണ്. ക്യാപ്റ്റനായി മിസ്റ്റർ അഗസ്റ്റിനും കൂടെയുണ്ട്. നല്ല സുന്ദരമായാണ് അവരിരുവരും പാടിയത്. കരൊക്കെ ആയതിനാൽ പാട്ട് മുഴുവൻ കേൾപ്പിക്കാൻ കഴിയില്ല, ക്ഷമിക്കണം. അടുത്ത ഊഴം തരിയൻ സാറിൻ്റേതാണ്. ഹിന്ദി പാട്ടാണ് പുള്ളിക്കാരൻ്റെ സ്പെഷ്യലൈസേഷൻ. പാട്ടിൽ മാത്രമല്ല, റോക്കറ്റ് നിർമ്മാണത്തിലും ഒരു പുലിയാണ് സാറ്. നമ്മുടെ അഭിമാനമായ ISROയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അടുത്ത ഊഴം നമ്മുടെ ആസ്ഥാന ഗായികയായ ശ്രീമാരി ചേച്ചിയുടേതാണ്. ചേച്ചിക്ക് കരോക്കെ ഒന്നും വേണ്ട, അങ്ങ് പാടും. അത് കഴിഞ്ഞ് കൂട്ടപ്പാട്ടായി. ഇതിൽ ഞാനും കൂടെ പാടും. കൂടെ പാടാനും വെള്ളത്തിൽ പൂട്ടാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ചില്ലായി തുടങ്ങി. മിസ്റ്റർ രഘുനാഥും മിസ്റ്റർ ശശിധരനും ഡാൻസ് തുടങ്ങി. കോളേജ് കാലത്ത് സ്റ്റഡി ടൂറിന് പോകുന്ന മൂഡിൽ നൃത്തമാടുന്നു. അല്ലെങ്കിൽ പ്രായം വെറും ഒരു നമ്പറാണല്ലോ. ഈ യാത്രയിൽ കൂടുതലും സീനിയർ സിറ്റിസൺ ആണ്.
ഗാനമേള തൽക്കാലം നിർത്തി. ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. അതിനായാണ് ബസ് നിർത്തിയത്. തെരുവ് കച്ചവടം പൊടി പിടിക്കുന്നു, കൂടുതലും സ്ത്രീകൾ. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വന്നത്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ സൈക്കിൾ റിക്ഷയാണ്. എവിടെ നോക്കിയാലും സൈക്കിൾ റിക്ഷ. എത്ര പേരുടെ ഉപജീവന മാർഗമാണ് ഈ ടൂറിസം എന്ന് നോക്കൂ. ഇതാണ് ലഞ്ചിനായി തിരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റ്. പ്രവേശന കവാടത്തിൽ ഷിൻജാവോ പറഞ്ഞ് നമ്മളെ സ്വീകരിക്കാൻ ഒരു സുന്ദരി നിൽപ്പുണ്ട്. ഷിൻജാവോ എന്നാൽ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും എല്ലാം കൂടെയാണ്. ഏത് സമയത്തും ഷിൻജാവോ എന്നാണ് ഇവിടുത്തുകാർ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളിലും ഉള്ളതുപോലെ ഇവിടെയും മദ്യം കിട്ടും. അതിന് റെസ്റ്റോറൻറ്റ് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല, എവിടെയും കിട്ടും. എന്താ അല്ലേ? ഇവിടമാണ് നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ള സ്ഥലം. ഇന്നത്തെ ലഞ്ച് ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിക്കുന്ന സാധനങ്ങളുടെ പേരുകളൊന്നും അറിയില്ല, ഇഷ്ടമുള്ള പേര് വിളിക്കാൻ. ചിക്കൻ സലാഡ്, ഇതെന്താണ് എന്തോ ഒരു ഉപ്പുമാവ്, അടിപൊളി ഭക്ഷണം. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.